1980കളിലും 90കളിലും മലയാളിയുടെ ഗാനമേള പ്രേമത്തിന് തുടക്കമിട്ട പ്രസ്ഥാനമാണ് കൊച്ചിൻ കലാഭവൻ. കൊച്ചിൻ കലാഭവനെ പിൻപറ്റി നിരവധിയായ ഗാനമേള ട്രൂപ്പുകൾ വന്നു. കൊച്ചിൻ CAC, കൊച്ചിൻ കോറസ്, കൊച്ചിൻ ഹരിശ്രീ ഇവരെല്ലാം മുൻനിരക്കാരായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവയിൽ പലതും അപ്രത്യക്ഷമായി. എവിടെയാണ് ആ പഴയ പാട്ടുകാർ? मुसाफिर हूँ यारो, न घर है ना ठिकाना, मुझे चलते जाना है, बस ചലത്തെ ജാന. ഞങ്ങളെല്ലാവരും തന്നെ കലാഭവനിലായിരുന്നു. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കലാഭവൻ വിട്ട് ഞങ്ങൾ പോന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, പുതിയൊരു സംഘടന ഉണ്ടാക്കണം. അങ്ങനെ കൊച്ചിൻ കോറസ് എന്ന പേര് 1980 ഒക്ടോബറിലായിരുന്നു സംഭവം. അങ്ങനെ തുടങ്ങിയതാണ് കോറസ്. അത് രജിസ്റ്റർ ചെയ്തപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ളത്. എഡ്വേർഡ്, രാമു, പീറ്റർ, വില്യംസ്. 80 തുടങ്ങിയെങ്കിലും 82-ലും 84-ലും ഞങ്ങൾ US-ലും കാനഡയിലൊക്കെ പ്രോഗ്രാമിന് പോയി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രീ റെക്കോർഡ് കാസറ്റ് തരംഗിണിക്ക് മുമ്പായിട്ട് ഇറക്കിയത് തന്നെ കൊച്ചിൻ കോറസാണ്. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അന്ന് എറണാകുളത്ത് സ്റ്റുഡിയോ ഒന്നുമില്ല, സംഗീത ഹോട്ടലിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തു. ഒരിക്കലും പറയാണ്ട് മുസാഫിർ എന്നുള്ള പാട്ട് ഒത്തിരി പാടിയിട്ടുണ്ട്. എൻ്റെ ഗാനമേള ഞാൻ ആരംഭിക്കുന്ന ആ സമയങ്ങളിൽ തുടങ്ങിയ പാട്ടാണ്. പിന്നീട് അത് കോറസിൽ വന്ന ശേഷമാണ് ഞാൻ രണ്ടാമത് ഓപ്പണിംഗ് സോങ്ങായിട്ട് പാടും. വാട്ട്സ് ഒക്കെയാണ് അന്നത്തെ സിസ്റ്റം. അപ്പോൾ ഭയങ്കര വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ജനങ്ങളിങ്ങനെ നിറഞ്ഞിങ്ങനെ കടൽ പോലെ ഇരിക്കും. നമ്മൾ ഏറ്റവും അറ്റത്തുള്ള ആളുകളിലേക്കും നമ്മുടെ പാട്ട് എത്തിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ പോലെയുള്ള സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ അത്രയും പവറായിട്ട് നമ്മൾ പാടും. തകിട് തകിട് തകര തകിട് തങ്കമാച്ചിട്ടാ, നഗർ നഗർ പൊതയൽ എനക്ക് കിടച്ചു പോച്ചിട്ടാ, എതുക്ക് സോടാ എനക്ക് വേണ്ട. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ഭയങ്കര ഒരു ടപ്പാങ്കുത്ത് പാട്ടാണ്. അത് ഞാൻ ആ പാട്ട് അന്ന് പാടിയിട്ട് എനിക്ക് ഓഡിയൻസ് കൊണ്ടുവന്ന് നോട്ടുമാല കൊണ്ടുവന്ന് ഇട്ട്. അപ്പോൾ ആദ്യത്തെ അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് പാടിയിട്ട്. പിന്നെ അടുത്ത പാട്ട് പാടുമ്പോഴും ഓരോ പാട്ടിനും നോട്ടുമാലായിരുന്നു. CAC പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഈ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിലെ പാട്ട് ഭയങ്കര ഹിറ്റാണ്, രാജാ കയ്യവേശ എന്നുള്ളത്. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഈ ഞങ്ങളുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ലാലേട്ടനൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുപല്ലവിയും ചരണം വരുമ്പോൾ ഭയങ്കര ടോപ്പ് റേഞ്ചാണ്. അപ്പോൾ അത് വരുമ്പോൾ ഗെയിൻ കൂടും. ആ സമയത്ത് ട്യൂട്ടർ അടിച്ചു പോകും. അപ്പം എന്നോട് പറയും, നിൻ്റെ ഭയങ്കര വോയിസാണല്ലോ, ട്യൂട്ടർ പോയിട്ടാന്ന് പറയും. എന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് പോയി ട്യൂട്ടർ വാങ്ങിയിട്ടാണ് അന്നത്തെ ഗാനങ്ങളൊക്കെ പിന്നെ പോകുന്നത്. என்றாலும் சொகுசு என்றாலும் சொகுசு என் வேலதா തററമ്പം ബിന്ദർ രാജ കയ്യ വച്ചാ. ആ ചിക്കപ്പുക്കറയിലെ ഞങ്ങളാണ് ആദ്യമായിട്ട് ആ പാട്ടിടുന്നത്. അതൊരു വെസ്റ്റേൺ ടൈപ്പാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ആദ്യമായിട്ട് അങ്ങനെ റഹ്മാൻ വന്ന ആ പാട്ടൊക്കെ അങ്ങനെ സ്റ്റൈല് കൊണ്ടുവരുന്നത്. ചിക്കപ്പുക്കറയിലെ കലക്കത്ത് പാറുവ സ്റ്റൈലേ, സിക്ക് വാറ മയിലേ, ഇപ്പം ഓക്കെ നാ അടിച്ചൂലേ. ലാസ്റ്റ് പാട്ട് എൻ്റെ പാട്ടായിരുന്നു. ഈ പാട്ട് അങ്ങോട്ട് തീരണ മുമ്പ് ഞാൻ നോക്കിയപ്പോൾ എന്നെ ഒരാൾ വന്ന് പൊക്കിയെടുക്കണതാണ്. അത് നമ്മുടെ ജയസൂര്യായിരുന്നു. ഒരു ചെറിയ വണ്ടിയായിരിക്കും, അതിൻ്റെ അകത്ത് ഈ സിസ്റ്റം ഉണ്ടാവും, പിന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ടാവും. ഇത്രയും പാട്ടുകാരും എല്ലാവരും കൂടി പോകുമ്പോൾ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല വണ്ടിയിൽ. അപ്പോൾ ഞാൻ ഈ ഗിറ്റാറൊക്കെ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യൂബുണ്ട്, ഗിറ്റാറിൻ്റെ കണക്ട് ചെയ്യുന്ന ക്യൂബുണ്ട്. ആ ക്യൂബിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. എവിടം വരെ കാസർഗോഡ് വരെയൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്. എന്ന് ആലോചിച്ച് നോക്കി.
കൊച്ചിൻ കോറസിൽ പാടാനായിട്ട് ആദ്യമായിട്ട് ചെന്നപ്പോൾ പീറ്റേട്ടൻ ഒരു പാട്ടിനോട് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏത് പാട്ട് പാടണമെന്ന് ചോദിച്ചപ്പോൾ സംഗീതമേ അമര സല്ലാപമേ എന്നുള്ള പാട്ട് ആണ് എന്നോട് കൊണ്ട് പാടിച്ച് കേട്ടത്. അപ്പോൾ അതങ്ങനെ ഇഷ്ടപ്പെട്ട് പുള്ളി പിന്നെ ട്രൂപ്പിലേക്ക് തന്നെ എടുക്കുകയാണ്. കോറസ് എന്നത് ഒരു തരംഗം തന്നെയായിരുന്നു. അതായത് മറ്റുള്ള ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കോറസ് ട്രൂപ്പിൽ 30 ദിവസവും പ്രോഗ്രാമായിരുന്നു. വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. ജനങ്ങൾ തിങ്ങിയാണ് ഇരിക്കുന്നത്. ഒരു അമ്പലപ്പറമ്പായാലും പള്ളി സ്ഥലമായാലും എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ ആൾക്കാർ തലക്കിടിച്ച് വരും. കോറസിൻ്റെ ടീം ഒന്നുകൂടി ഒത്തുകൂടാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അത് നടക്കുമെന്നറിയില്ല എങ്ങനെയാണ്. ഇവിടെ പീറ്ററുടെ സാന്നിധ്യത്തിൽ പഴയ പവറോടുകൂടി തന്നെ തിരിച്ച് ഒരു പ്രോഗ്രാം അടിച്ചു പൊളിച്ച് സൂപ്പറായിട്ടൊരു പ്രോഗ്രാം നടത്താമെന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഞങ്ങൾക്ക്. ഗാനമേള പ്രേമികളുടെ നിറമുള്ള ഓർമ്മകൾക്ക് മാറ്റേക്കാൻ ആ പഴയ പാട്ടുകാർ ഇന്നും ഈ സംഗീത വഴിയിലുണ്ട്. ക്യാമറമാൻ ജോയി സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.